ഹായ് ഓൾ, എല്ലാവർക്കും ഓപ്പണൗട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും റിവിഷൻ ക്ലാസ്സുകൾക്കും മറ്റുപകാരപ്രദമായ വിദ്യാഭ്യാസ വീഡിയോകൾക്കും സ്റ്റഡി ടിപ്പുകൾക്കും എല്ലാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയട്ടെ. പല വിദ്യാർത്ഥികൾക്കും നോട്ടുകൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതിനെക്കുറിച്ച് കൺഫ്യൂഷനുണ്ട്. നോട്ടുകൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചില ടിപ്പുകളും ട്രിക്കുകളും ഉൾപ്പെട്ടൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് കണ്ടൻറ്റിലേക്ക് അല്ലെങ്കിൽ ഈ വീഡിയോയിലേക്ക് കടക്കാം. പരീക്ഷയാണ് ഇപ്പോൾ കുട്ടികളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ SSLC +2 പരീക്ഷകളൊക്കെ പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് ക്ലാസ്സുകളിലെ കുട്ടികൾ, അതായത് ഈ SSLCയും +2യും അല്ലാത്ത ക്ലാസ്സിലെ കുട്ടികൾ 1 മുതൽ 9ാം ക്ലാസ് വരെയും, അതേപോലെ +1 പഠിക്കുന്ന കുട്ടികൾ, CBSE പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ കാര്യം എന്താണ്, അവരുടെ പരീക്ഷകൾ എപ്പോഴായിരിക്കും എന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് കമൻറ്റ് ബോക്സിലും നേരിട്ടും അല്ലാതെയുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരെക്കുറിച്ചിട്ടാണ്, അവരുടെ പരീക്ഷകളെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമുക്ക് 8-9 ക്ലാസ്സുകളെ കുറിച്ച് സംസാരിക്കാം. 8-9 ക്ലാസ്സുകൾ, അതിൽ 9ാം ക്ലാസ്. ഈ 9ാം ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്. 1 മുതൽ 8 വരെ ക്ലാസ് പോലെയോ 10 മുതൽ +2 വരെ ക്ലാസ്സുകൾ പോലെയോ അല്ല 9ാം ക്ലാസ്. ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ക്ലാസ്സുകൾ. 1 വരെ 8 വരെ ക്ലാസ്സുകൾ ഓൾ പാസ്സാണ് എന്ന് നമുക്കറിയാം. പരീക്ഷയിൽ കുട്ടിക്ക് മാർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കുട്ടി പാസ്സാവും 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ. 10, +1, +2 ക്ലാസ്സുകൾക്ക് പൊതുപരീക്ഷകളാണ് നടക്കുക. അത് സംസ്ഥാനം ഒട്ടുക്കും പൊതുപരീക്ഷയിൽ നടക്കുകയും റിസൾട്ട് വരുന്നു. ആ രീതിയിൽ മറ്റൊരു സിസ്റ്റമാണ്. ഇതിന് രണ്ടിനും നടുക്കാണ് 9th സ്റ്റാൻഡേർഡിലെ കുട്ടികൾ. അവർക്ക് ഓൾ പാസ് അല്ല, എന്നാൽ അവർക്ക് പൊതുപരീക്ഷയുമല്ല. അവർക്ക് സ്കൂളിൽ വെച്ച് പരീക്ഷ നടത്തും. അതിൻ്റെ പേപ്പർ വാല്യൂ ചെയ്ത ശേഷമാണ് അവരെ വിജയിപ്പിക്കണോ വേണ്ടയോ തീരുമാനിക്കുക. മാത്രമല്ല 10ാം ക്ലാസ്സിലെ തൊട്ട് മുൻപ് വരുന്ന ക്ലാസ് എന്ന നിലയിൽ 9ാം ക്ലാസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ 9ാം ക്ലാസ്സിൻ്റെ പരീക്ഷകൾ ഈ വർഷം നടക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ 9ലെ പല കുട്ടികളും കുറച്ച് മുൻപേ ഒക്കെ ചില വാർത്തകൾ വന്നിരുന്നു, 9 വരെ ഓൾ പാസ് ആക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. അത്തരമൊരു തീരുമാനം ഗവൺമെൻറ് എടുത്തിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടുമില്ല. ആലോചനകൾ നടക്കുന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ തീരുമാനം എടുക്കുകയോ പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് വിചാരിച്ച് പല കുട്ടികളും ഇപ്പോൾ 9th-ലും 8th-ലും ഒക്കെയുള്ള പല കുട്ടികളും പഠിക്കാതെ ഉഴപ്പുന്നുണ്ട് എന്നും കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. 9ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം 10, +2 ക്ലാസ്സുകൾ ജനുവരിയിൽ ആരംഭിക്കുകയാണ് നമുക്കറിയാം. അവരുടെ ക്ലാസ്സുകൾ തുടങ്ങി കുറച്ച് ആഴ്ചകൾ ക്ലാസ് നടന്ന ശേഷം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരീക്ഷണാർത്ഥമെങ്കിലും 9ാം ക്ലാസ്സിലെയും +1ലെയും കുട്ടികളെ സ്കൂളിലെത്തിക്കാൻ വലിയ സാധ്യത ഉണ്ട്. ഏറ്റവും കുറഞ്ഞൊരു പരീക്ഷയെങ്കിലും നടത്താൻ കുട്ടികളെ സ്കൂളിലെത്തിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് സാധ്യതയാണ്. 10, +2 ക്ലാസ്സുകൾ ആരംഭിച്ച് കുറച്ച് ആഴ്ചകൾ ക്ലാസ്സുകൾ നല്ല രീതിയിൽ പോവുകയും കോവിഡിൻ്റെ സ്പ്രെഡ് കുറയുകയും ചെയ്താൽ അടുത്ത പരിഗണന, സ്കൂളിലേക്ക് എത്തിക്കാൻ അടുത്ത പരിഗണന ലഭിക്കാൻ 9th-നും +1-നുമായിരിക്കും. അതുകൊണ്ട് 9th-ലെ വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. വരുമെന്നല്ല, അതിനൊരു സാഹചര്യം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒന്നും മാർഗ്ഗമില്ലെങ്കിൽ മാത്രമായിരിക്കും അവർക്ക് ഓൺലൈനായിട്ടോ വർക്ക്ഷീറ്റുകൾ നൽകിയോ പരീക്ഷകൾ നടത്തുക. അതുകൊണ്ട് 9ലെ കുട്ടികൾ അവർക്ക് പരീക്ഷയില്ല, ഓൾ പാസ് ആണ് എന്ന് വിചാരിച്ചിരിക്കരുത്. മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ലെങ്കിൽ മാത്രമേ അത്തരം സംവിധാനങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. ചിലപ്പോൾ അവർക്ക് സ്കൂളിൽ വെച്ച് തന്നെ പരീക്ഷ നടന്നേക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഏറ്റവും കുറഞ്ഞത് SSLC +2 പരീക്ഷകൾക്ക് ശേഷമെങ്കിലും, ഉറപ്പല്ല, സാധ്യതയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഓൺലൈനായിട്ടും അവർക്ക് പരീക്ഷകൾ നടക്കും. അക്കാര്യത്തിൽ അവർക്ക് സംശയമൊന്നുമില്ല. അത് ഓൾ പാസ് ആണെങ്കിൽ അല്ലെങ്കിലും പരീക്ഷകൾ നടക്കും. കാരണം ഇവരുടെ ഈ മാർക്ക് പിന്നീടുള്ള പല സ്കോളർഷിപ്പ് എക്സാമുകൾക്ക് ആവശ്യമാണ് എന്നുള്ളൊരു ധാരണ വേണം. ഇനി 8ാം ക്ലാസ് നമുക്കറിയാം ഓൾ പാസിൽ പെടുന്നതാണ് 8ാം ക്ലാസ്. എങ്കിൽ പോലും ഹൈസ്കൂളിൽ എത്തിയ ഒരു ക്ലാസ് എന്ന നിലയ്ക്ക് 8ന് വലിയ പ്രാധാന്യമുണ്ട്. ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇതേപോലെ ഒരു പക്ഷേ എല്ലാം നല്ല രീതിയിൽ വരികയാണെങ്കിൽ, കുഴപ്പമില്ലാതെ പോവുകയാണെങ്കിൽ പരീക്ഷയ്ക്കെങ്കിലും അവരെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ആ രീതിയിൽ രക്ഷിതാക്കൾക്കിടയിലൊക്കെ ആവശ്യമുണ്ട്. ഒരു പക്ഷേ എക്സാമിനെങ്കിലും അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത അധികമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് പരീക്ഷകൾ നടക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ 8ലെ മാർക്കും പിന്നീടുള്ള ക്ലാസ്സുകളിലൊക്കെ സ്കോളർഷിപ്പിനൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് അവരും പരീക്ഷയൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി മടിച്ചിരിക്കരുത്, പഠിക്കണം. ഓക്കെ, പരീക്ഷകളൊക്കെ എന്തായാലും ഉണ്ടാവും. അത് ചിലപ്പോൾ ഓൺലൈൻ ആയിരിക്കാം, ചിലപ്പോൾ സ്കൂളിൽ വെച്ച് തന്നെയും ആയിരിക്കാം. ഇനി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ക്ലാസ്സാണ് +1 ക്ലാസ്സുകൾ. +1ലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അധികം ചോദിക്കും ഞങ്ങളെക്കുറിച്ച് എന്താണെന്നും പറയുന്നത്. കാരണം ഈ 10 പോലെയും +2 പോലെയും അത്രയും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് +1. കാരണം അവർക്ക് പൊതുപരീക്ഷ നടക്കുന്നതാണ്, അവരുടെ റിസൾട്ടിലേക്ക് കൂട്ടുന്നതാണ് ഈ മാർക്ക്. റിസൾട്ട് മീൻസ് അവരുടെ ഫൈനൽ റിസൾട്ടിലേക്ക് കൂട്ടുന്നതാണ് ആ മാർക്ക്. അതുകൊണ്ട് അവരെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നാണ്. അവരെക്കുറിച്ച് പുതിയ വാർത്തകൾ വരാത്തത് കൊണ്ടാണ് അവരുടെ വാർത്തകൾ ഇടാത്തത്, അല്ലാതെ നിങ്ങളെ തഴഞ്ഞതൊന്നുമല്ല. +1നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുപരീക്ഷയാണ്, നമുക്കറിയാം. ആ പൊതുപരീക്ഷകൾ ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ടും സ്കൂളിൽ വെച്ച് തന്നെ നടക്കും. SSLC പരീക്ഷ എങ്ങനെ നടന്നോ, അല്ലെങ്കിൽ +2 പരീക്ഷ എങ്ങനെ നടക്കുന്നു, അതേപോലെ തന്നെ +1ൻ്റെ പരീക്ഷയും സ്കൂളുകളിൽ വെച്ച്
അതേ സീരിയസ്നോട് നടക്കും. എന്നാൽ അത് മാർച്ച് മാസത്തിലൊന്നും ഉണ്ടാവില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ഏറെക്കുറെ അല്ല, ഉറപ്പ് തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, നവംബർ മാസത്തിലാണ് +1 ക്ലാസ്സുകൾ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ മാർച്ച് ആകുമ്പോഴേക്കും അവരുടെ പാഠഭാഗങ്ങൾ കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോകില്ല. ഈ 10 +2 ക്ലാസ്സുകൾ ആരംഭിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും പ്രയോറിറ്റി കിട്ടുന്ന ക്ലാസ് +1 ആയിരിക്കും. സ്കൂളിലെത്താനും സംശയങ്ങൾ മാറ്റാനും 10 +2 ശേഷം ഒരു പക്ഷേ കുറച്ച് ആഴ്ചകൾക്ക് ശേഷമെങ്കിലും, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമോ അല്ല ആഴ്ചകൾക്ക് ശേഷമോ +1കാരെ കൂടി സ്കൂളിലേക്ക് സംശയ ദൂരീകരണത്തിന് വിളിക്കാൻ വലിയ സാധ്യതയുണ്ട്. സാധ്യതയാണ് പറയുന്നത്, വലിയ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും അവരുടെ പരീക്ഷകൾ നടക്കും. അത് എനിക്ക് എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരു മെയ് മാസം, അല്ലെങ്കിൽ അതായത് നിയമസഭാ ഇലക്ഷന് ശേഷം മെയ് മാസത്തിലോ ജൂണിലോ ഒക്കെ ആയിരിക്കും. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുപരീക്ഷ നടത്തുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ പാഠഭാഗങ്ങൾ തീർത്ത് മെയ് മാസത്തിലോ അല്ലെങ്കിൽ ജൂണിലൊക്കെ, ഒരു പക്ഷേ അടുത്ത വർഷം സ്കൂൾ തുറന്ന ശേഷം +2 നിങ്ങൾ നിൽക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ +2 ക്ലാസ്സുകൾ തുറന്നതിന് തൊട്ട് മുൻപായിരിക്കാം നിങ്ങളുടെ പരീക്ഷകൾ നടക്കാൻ സാധ്യതയുണ്ട്. അതിനു മുൻപേ മാർച്ചിൽ നടക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം നിങ്ങൾക്ക് പാഠഭാഗങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ ഓർക്കുക, പരീക്ഷ തീർച്ചയായിട്ടും +1 നടക്കും. ഇപ്പോൾ 10ൻ്റെയും +2ൻ്റെയും പരീക്ഷ നടക്കും പോലെ തന്നെ +1 പരീക്ഷയും നടക്കും. ഇതൊക്കെ ഞാൻ ചില വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ കണ്ടിരുന്നു, +1 ഓൾ പാസ് ആണ് എന്നുള്ളത്. അത് ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോ എഡിറ്റ് ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞത് 9 വരെ ഓൾ പാസും +1 പരീക്ഷ എന്ന രീതി തന്നെയാണ്. പക്ഷേ ചില ബിരുദന്മാർ അത് കട്ട് ചെയ്തിട്ട് +1 ഓൾ പാസ് എന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് മറ്റു രീതിയിൽ അവതരിപ്പിച്ചതാണ്. പിന്നെ അദ്ദേഹം കൃത്യമായിട്ട് തന്നെ അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, +1 പരീക്ഷ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ നിങ്ങളത് എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്തപ്പോൾ +1 പരീക്ഷ ഇല്ലാന്ന രീതിയിൽ സ്റ്റാറ്റസൊക്കെ വന്നിരുന്നു. അങ്ങനെയൊന്നും നിങ്ങൾ കരുതുന്നത് ഒരിക്കലും 100% ഓൾ പാസിൽ +1 പെടില്ല. +1 പരീക്ഷ നടക്കും, സാധാരണ നടക്കുമ്പോൾ തന്നെ നടക്കും. അത് എപ്പോൾ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാനാവില്ല. ഒരു പക്ഷേ മെയ്യിലോ ജൂണിലോ ഒക്കെ ആവാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന പാഠങ്ങൾ അതേപോലെ പഠിക്കുക. അതിൻ്റെ പ്രഖ്യാപനം ഇതൊക്കെ എൻ്റെ സാധ്യതകളാണ് പറയുന്നത്. ഓക്കെ, ഇനി 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 90% അവർക്ക് ഇത്തവണ സ്കൂൾ തുറക്കാൻ സാധ്യതയില്ല. ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും, ഓൺലൈനായിട്ടായിരിക്കും പരീക്ഷകൾ നടക്കുക. അല്ലെങ്കിൽ വർക്ക്ഷീറ്റുകൾ വീട്ടിലെത്തിച്ച് പരീക്ഷ, അങ്ങനെ ഏതെങ്കിലും സംവിധാനമൊക്കെ ആയിരിക്കും വരിക എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. എല്ലാ ക്ലാസ്സുകൾക്കും പരീക്ഷ നടക്കും. നടക്കുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. 8-9 ക്ലാസ്സുകൾക്ക് മാർച്ചിലോ അല്ലെങ്കിൽ ഏപ്രിലിലോ ഒക്കെ പരീക്ഷകൾ ഒന്നുകിൽ സ്കൂളിൽ വെച്ചോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നടക്കും. +1 പക്ഷേ മാർച്ചിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർച്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. മെയ്യിലോ ജൂണിലൊക്കെ പ്രതീക്ഷ മതി എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാം. ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത് 10 +2 ക്ലാസ്സുകൾ ആരംഭിച്ച ശേഷം സ്കൂളിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് ചേർത്തും കൊറോണയുടെ സ്പ്രെഡും ചേർത്തിട്ടായിരിക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ആരും ഉഴപ്പരുത്, എല്ലാവരും പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പിന്നോട്ട് പോകും. ഞങ്ങളെ ഓൾ പാസ് ആക്കുമെന്നും കരുതി ആരും പഠിക്കാതിരിക്കരുത്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കൂടി ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.